ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ മലബാറിന്റെ പൂന്തോട്ടത്തിന് ചെറുതുരുത്തി നെടുമ്പുറയിൽ ഇരുപ്പ് വൃക്ഷ തൈ നട്ടുകൊണ്ട് സസ്യോദ്യാനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. 17-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് സഹായിയായ ഇട്ടി അച്യുതൻ വൈദ്യരുമായി ചേർന്ന് പ്രദേശത്തെ സസ്യജാലങ്ങളെയും ഔഷധ സസ്യങ്ങളെയും സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരുന്നു. ആ ബൃഹത്തായ പുസ്തകമാണ് ഹോർട്ടസ് മലബാറിക്കസ് അഥവാ മലബാറിന്റെ പൂന്തോട്ടം. 17-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം തുറന്ന് സസ്യങ്ങൾ പൂന്തോട്ടത്തിലെത്തുന്ന അപൂർവ കാഴ്ചയാണ് 27 ഏക്കർ വിസ്തൃതിയുള്ള ഉദ്യാനം പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ ഹരിത പൈതൃകവും ജൈവ വൈവിധ്യവും വിളംബരം ചെയ്യുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ചെറുതുരുത്തി നെടുമ്പുരയിൽ ഇരിപ്പ വൃക്ഷത്തൈ നട്ടുകൊണ്ട് സസ്യോദ്യാനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. ഹെൻറിക് വാൻ റീഡിന് ആദരവ് മാത്രമല്ല ഈ ഉദ്യാനം, കേരളത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യവും അതിന്റെ ഔഷധസസ്യ പാരമ്പര്യവും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും പഠനവും ആഘോഷമാക്കുന്ന ഇടമാണിതെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്യാനത്തെ പ്രസവിച്ചിരിക്കുന്നു എന്നതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും വലിയ പ്രത്യേകത. വാൻ റീഡിന്റെ ഹോർത്തസ് മലബാറിക്കസ് എന്ന ബൃഹത് ഗ്രന്ഥം 12 വോള്യങ്ങളിലായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സാം സന്തോഷിൻ്റെ ഒരു ദശാബ്ദക്കാലത്തെ ആത്മസമർപ്പണത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഈ ഹോർത്തസ് മലബാറിക്കസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതിൽ പ്രൊഫസർ മണിലാലിൻ്റെ സംഭാവനയെ നമുക്ക് വിസ്മരിക്കാനാവില്ല. അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തി ആ അമൂല്യമായിട്ടുള്ള സമ്പത്തിനെ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുമുണ്ട്. അതും ഇവിടെ ഉചിതമായ നിലയിൽ തന്നെ ഓർമ്മിക്കപ്പെടുകയുണ്ടായി. സാം സന്തോഷിനെ ഞാൻ ഹൃദയം നിറഞ്ഞ് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം 10 വർഷത്തെ നിരന്തരമായ അധ്വാനം, ആത്മസമർപ്പണം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്ന് സാധ്യമാവില്ലായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സ്വപ്നത്തെ നിരന്തരം പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഈ സ്വപ്നം ഇനിയും വളരുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും വളരാനുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ്, പുതിയ ആശയം, ഒരു പുതിയ അനുഭവമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ വേറെ ഉണ്ടെങ്കിലും ഇതുപോലൊന്ന് ഒരു പുതിയ. യുവാർ പ്രദീപ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. യുനെസ്കോ ആർക്കിയോളജിക്കൽ എത്തിക്സ് ആൻഡ് പ്രാക്ടീസ് ഇൻ കൾച്ചറൽ ഹെറിറ്റേജ് ചെയറും യുകെയിലെ ഡർഹാം യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ റോബിൻ കോണിംഗ്ഹാം, സൈജീനോം റിസർച്ച് ഫൌണ്ടേഷന്റെ സ്ഥാപകനും ചെയർമാനുമായ സാം സന്തോഷ്, മുൻ എം.പി. ഡോക്ടർ പി.കെ. ബിജു, വളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി. അനന്തകൃഷ്ണൻ, എം.എസ്. യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഡോക്ടർ കെ. കൃഷ്ണൻ, KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി.വി. ഉണ്ണികൃഷ്ണൻ, DC ബുക്സ് COE, DC ബുക്സ് CEO രവി DC എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.